30 വർഷം കഴിഞ്ഞിട്ടും ആ സിനിമ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കാൻ എന്തായിരിക്കും കാരണം, അംബിക? അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോറി, അന്നും സ്റ്റോറി തന്നെയായിരുന്നു കഥാനായകൻ. പിന്നെ ആ സ്റ്റോറിയിലെ ക്യാരക്ടറിനനുസരിച്ച് ഇപ്പോൾ ആ റോള് വേറെ ആരെങ്കിലും ചെയ്തിരുന്നാൽ എന്നൊരു ക്വസ്റ്റ്യൻ ആരുടെ മനസ്സിലും ഇല്ല. ആണോ? കറക്റ്റ് അല്ലേ? സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയുന്ന ക്യാരക്ടർ ലാലേട്ടനാണെങ്കിലേ അത് ശരിയാവൂ. ലാലേട്ടൻ ആയതുകൊണ്ടാണ് അത് ശരിയായത്. പിന്നെ എല്ലാം കൂടെ ഒത്തുവന്ന ഒരു ഫിലിം, അതാണ് അതിൻ്റെ വിജയം. നിങ്ങൾ തമ്മിൽ ഒരുപാട് നല്ല കോമ്പിനേഷൻ സീൻസ് നല്ല സീൻസ് ഉണ്ടായിരുന്നു. അമ്മയെ കാണാൻ പോകുന്ന സീന്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീൻ വന്നിട്ട് മറ്റേ ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അത് തിരിച്ചു വാങ്ങിച്ചിട്ട് എന്താണ് അശ്വതി കുട്ടിയുടെ തലയ്ക്കകത്ത് എന്തോ ഒരു നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് അതാ. ശത്രുപാളയത്തിൽ തന്നെ ഇരതേടുന്ന അശ്വതിയുടെ സാമർഥ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കൊള്ളാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെയും എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ല. സാഗറിന്റെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീച്ചർ ആരംഭിച്ചത്. പിന്നെ സംഘം ഇപ്പോഴില്ലല്ലോ. ജാക്കിയും സാഗറും ശേഖരൻകുട്ടിയും തമ്മിൽ പിരിഞ്ഞില്ലേ? അതേതായാലും നന്നായി. ഇനിയിപ്പോ എന്റെ ഫ്യൂച്ചറിന് ഗ്രിപ്പ് കൂടും. പലതും പ്രതീക്ഷിക്കാമല്ലോ. രണ്ടാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് നടുക്ക് നിന്ന് ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കന്റെ കഥ അശ്വതിക്ക് കേൾക്കണോ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഏതർത്ഥത്തിൽ പറഞ്ഞാലും തമ്പുരാട്ടിക്കുട്ടിയുടെ ഈ കൊച്ചു തലയിൽ ഒരുപാട് വക്രതയുണ്ട്. നമുക്ക് ആ ഡയലോഗൊക്കെ എഴുതിയ ആൾ ഇവിടെ ഉണ്ട് അല്ലേ? അവരെ നമുക്ക് വിളിച്ചാലോ? തീർച്ചയായിട്ടും അവരിവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ SN സ്വാമി, ശ്രീ സന്തോഷ് ആൻഡ് ജോസ് കുര്യൻ. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. സ്വാമി, സന്തോഷ്, മിസ്റ്റർ ജോസ്, ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം. നന്ദി. 30 വർഷം കഴിഞ്ഞിരിക്കുന്നു 20-ാം നൂറ്റാണ്ട് എന്ന സിനിമ കഴിഞ്ഞിട്ട്. ഇപ്പോഴും അത് ആൾക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സിനിമയാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞ മാഗസിനിൽ ഈ എമർജൻസി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു കവർ പേജ് ഞാൻ കണ്ടു. അതായത് ഹാജി മസ്താൻ എന്ന് പറഞ്ഞ സ്മഗ്ലറെ സൈരാബാനുവും ദിലീപ് കുമാറും കാല് തൊട്ട് വന്നിക്കുന്ന ഒരു കവർ പേജ് അതിനകത്ത് വന്ന് കണ്ടു. അപ്പം ഞാൻ അതൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായി. ഞാൻ അതൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു അണ്ടർവേൾഡ് കിങ്ങിന് സമൂഹത്തിനിടയിലുള്ള സ്ഥാനത്തെക്കുറിച്ചൊക്കെ എനിക്ക് ധാരണയുണ്ടായത്. അങ്ങനെയാണ് ആ കഥയുടെ തുടക്കം. അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷനാണ് ഈ സാഗർ ഏലിയാസ് ജാക്കി. ഈ സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറഞ്ഞതിനകത്തും ഒരു അതിൻ്റെ കാരണം ലാലാണ്. കാരണം ഞാനിട്ടിരുന്ന സാഗർ, വിദ്യാസാഗർ എന്ന് പറഞ്ഞ് വീട്ടിലെ പേരും ജാക്കി എന്ന് ഇയാളുടെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പേരും. അപ്പോൾ അലൈസ് എന്ന് ഞാൻ പറഞ്ഞ ലാലാണ്. ഈ ലിഫ്റ്റിലെ സീൻ കഴിഞ്ഞിട്ട് സ്വാമി അത് വേണ്ട, നമുക്ക് സാഗർ ഏലിയാസ് ജാക്കി എന്ന പേര് മതി എന്ന് മോഹൻലാലാണ്. ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു മോഹൻലാൽ. ആ സിനിമ കഴിഞ്ഞ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ മലയാള സിനിമയിലെ ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് സിനിമകൾ തന്നു. സ്വാമി അതിൻ്റെ ഒരു എക്സ്പേർട്ടായി മാറി അല്ലേ? ഇത്തരം മർഡർ, മിസ്റ്ററി, ക്രൈം, മാഫിയ, അതെങ്ങനെയാണ് അങ്ങനെയായി മാറിയത്? കംപ്ലീറ്റ് ഫാമിലിയിൽ നിന്ന് ഓടിക്കളഞ്ഞു. ഇറ്റ് വാസ് എ ഗുഡ് ബിഗിനിങ്. നമ്മൾ ആ തുടക്കം വളരെ നന്നായിരുന്നു. അതിനുശേഷം ഉള്ളത് മുഴുവൻ അങ്ങനെ ഞാനൊരു വലിയ ക്രിമിനലായിട്ട് മാറി പിന്നെ സിനിമയിലൊക്കെ. എപ്പോഴില്ലാതെ നമുക്കൊരു സക്സസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിശ്വാസം വരുമല്ലോ. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ ആക്ച്വലായിട്ട്. എന്തായാലും അത് അത്തരം ഒരു മാറ്റം സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതിൽ നിങ്ങൾ വഹിച്ചിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് മലയാള സിനിമയ്ക്ക് ഒരു വെളിപാടുണ്ടാക്കിയ സിനിമയായിരുന്നു 20-ാം നൂറ്റാണ്ട്. ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാൻ സാധ്യതയില്ല. 21-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷ്, 20-ാം നൂറ്റാണ്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ പടം ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പറയുന്ന ഒരു പേരാണ് ലോറൻസ്. ആ ക്യാരക്ടർ അതിപ്പോൾ ഞാൻ മൗച്ചാറിൻ്റെ അടുത്ത് പറഞ്ഞു വന്നപ്പോൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ കുന്നോളത്തൊരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ ഒരു വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തുന്നു. അപ്പോൾ ഏതോ മിമിക്രി
ട്രൂപ്പിൻ്റെ ഒരു വണ്ടിയാണ്. അതിൽ നിന്ന് കുറേ പേര് ഇറങ്ങി വന്നിട്ട് പറയാ, ചേട്ടാ ആ ലോറൻസ് എന്ന് പറഞ്ഞ വേഷം ഇന്നും ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലുണ്ട്. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അമൃത ടി വിക്കാർ വിളിച്ചതിന് ശേഷമാണ് ആ ഒരു സംഭവം ഉണ്ടായത്. ജോസേട്ടാ, ലാലേട്ടന്റെ സാഗർ എന്ന കഥാപാത്രത്തിനെ അധോലോകത്തേക്ക് കൊണ്ടുവന്ന സന്തോഷ് എന്ന കഥാപാത്രമായിരുന്നല്ലോ താങ്കൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ആക്ച്വലി മിസ്റ്റർ മധു ആണ് എൻ്റെ അടുത്ത് ഈ പ്രപ്പോസൽ പറയുന്നത്. ഒരു കസ്റ്റംസ് ഓഫീസറിൻ്റെ ക്യാരക്ടറാണ്, സന്തോഷാണ്. വളരെ കുറച്ച് റോളേ ഉള്ളൂ, സീൻസേ ഉള്ളൂ. മിസ്റ്റർ ലാലാണ് ഹീറോ. അപ്പം എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ഒത്തിരി പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ടു ബി ഓണസ്റ്റ് അസൂയ വരെ വന്നിട്ടുണ്ട്. ദൈവമേ, എന്തൊരു ഗിഫ്റ്റാണ് ഓരോരുത്തർക്ക് ദൈവം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങേരുടെ കൂടെ അങ്ങേര് അഭിനയിക്കുന്ന പടത്തിൽ എനിക്ക് എത്ര സീനാണോ എത്ര ലെങ്ത് ഉണ്ടോ എന്നൊന്നും പ്രശ്നമില്ല. ഐ ആം ദെയർ മധു. ഞാൻ അപ്പം തന്നെ മധുവിൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല, എപ്പോഴാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ മതി, ഐ ആം ദെയർ. താങ്ക് യു വെരി മച്ച്. സ്വാമി സാറിനോടും മധു സാറിനോടും ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു സീൻ എഴുതി വെച്ചതിലപ്പുറം പോയ ഒരു ഓർമ്മയുണ്ടോ? അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും ആകർഷിക്കുകയും പറയുകയും പല റെഫറൻസ് വന്ന സീനാണ് ആ ലിഫ്റ്റിലെ സീൻ. അത് നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയില്ല അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കുന്നു. അത് അഭിനയിച്ച് വരുമ്പോഴും ഡയറക്ടർ എടുത്തു വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ. ആ കൂടിച്ചേരലിൻ്റെ ഭംഗി ആർക്കും വർണ്ണിക്കാൻ പറ്റില്ല. അതിനകത്ത് ഈ അധോലോക നായകൻ്റെയും ഒരു സാധാരണക്കാരൻ്റെയും ഒരു കോൺട്രാസ്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? അമ്മയുടെ രാമായണം വായന തിരുത്തി കൊടുക്കുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ. വീട്ടിനകത്ത് പോകുമ്പോൾ അതൊക്കെ അക്ഷരസ്ഫുടതയോടെയും കാര്യങ്ങളും കൃത്യമായിട്ട് പറയുമ്പോൾ അതൊക്കെ ജനങ്ങളുടെ മനസ്സിലോട്ട് കയറി ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ. എനിക്ക് സ്വാമിയുടെ നല്ലൊരു സ്ക്രിപ്റ്റായിട്ടാണ് ഞാൻ എപ്പോഴും അതിനെ കാണുന്നത്. അതുപോലെ തന്നെ ജയിലിൽ പോയിട്ട് ഉർവശിയുടെ ക്യാരക്ടറിനെ കണ്ടിട്ട് കുറേ ഡയലോഗ്സ് പറയില്ലേ, കരഞ്ഞത് മതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സീനുണ്ട്, നല്ല സീൻ. അതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളെല്ലാവരും ഈ സമയത്ത് ഓർക്കുന്നു. സുരേഷ് ഗോപി ആയാലും ഉർവശി, പ്രതാപചന്ദ്രൻ ചേട്ടൻ. ഒരാളിനെ കൂടെ നമുക്ക് സ്മരിക്കണം, വിപിൻ ദാസ്. അതെ, ക്യാമറമാൻ നമ്മളോടൊപ്പം ഇല്ല. എല്ലാവരും അതിന്റെ മ്യൂസിക് അന്നത്തെ റീ റെക്കോർഡിംഗിൽ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് പ്ലേ ചെയ്ത് അതിന്റെ മ്യൂസിക്കാണ്. ഒന്ന് പ്ലേ ചെയ്യോ ശ്യാം? ഇപ്പോഴും അത് കേട്ടാൽ, ഇപ്പോഴും ആ മ്യൂസിക് കേട്ടാൽ ആൾക്കാർക്ക് 20-ാം നൂറ്റാണ്ട് കാർ ഓടിച്ചോണ്ട് വരുമ്പോഴേ അതൊരു കയറ്റമുണ്ട് ആ മ്യൂസിക്. ഇന്നത്തെ ടെക്നോളജി ഡെവലപ്പ് ആവാത്ത കാലത്ത് ആ മ്യൂസിക് എത്ര ശ്രദ്ധിക്കപ്പെട്ടു എന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ രീതിയല്ലേ. തീർച്ചയായിട്ടും ശ്യാം സാറാണ്. ശ്യാം സാറ് തീർച്ചയായിട്ടും അവരെ. പിന്നെ അതിൻ്റെ എഡിറ്ററുണ്ട് VP കൃഷ്ണൻ, ഒരുപാട് പേരെ. സന്തോഷ്, എന്തെങ്കിലും ഓർമ്മകൾ? കാര്യം എല്ലാവർക്കും ഇതറിയാൻ ആഗ്രഹമുണ്ട്. ആ കാർ റേസിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നമ്മൾ ആ ഗോൾഡ് മാറ്റാൻ ശ്രമിക്കുന്ന സംഭവമൊക്കെ, അതൊക്കെ ഒരു ഭയങ്കര ലൈവായിട്ട് തോന്നും അത് ഇപ്പം കാണുമ്പോഴും. ഇപ്പോൾ ഈ കള്ളക്കടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ആ കള്ളക്കടത്ത് മന്ത്രിയുടെ കൂടെ എസ്കോർട്ടായിട്ട് പോയി കഴിയുമ്പോൾ ആ കസ്റ്റംസ് ഓഫീസറെ നോക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ ചിരിയുണ്ട്. അത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. ആ ഒരു പ്രത്യേക സീനാണ്. വരട്ടെ. ആ സിനിമയിലെ സഹപ്രവർത്തകർക്കൊപ്പം ഒരല്പ സമയം ചിലവഴിക്കാൻ സാധിച്ചത്
ധന്യമായിട്ട് ഞാൻ കാണുന്നു. അതിന് കാരണക്കാരായ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.